പയ്യന്നൂരിലെ MLA വി കുഞ്ഞികൃഷ്ണൻ CPM-നകത്തുള്ള കുറച്ച് കാര്യങ്ങളും ഒക്കെ ഇപ്പം പറഞ്ഞിട്ടുണ്ട്. അതായത് CPM തന്റെ തെറ്റ് മനസ്സിലാക്കി വന്നാൽ അധികാരം പിന്നെയും വീണ്ടെടുക്കാം, ഇനിയും ചിലപ്പോൾ അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ടെന്നും. പക്ഷെ അത് CPM തെറ്റ് തിരുത്താൻ തയ്യാറാകണം. ഇതുവരെ അതിന് തയ്യാറായിട്ടില്ലല്ലോ. അതുപോലെ പറയുന്നുണ്ട് പിണറായി വിജയനാണ് പാർട്ടിയിലൊരു മോശം അവസ്ഥയാക്കിയതും. അതുപോലെ അച്യുതാനന്ദനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അപ്പം വി കുഞ്ഞികൃഷ്ണൻ ഇതിലൂടെ CPM-ന്റെ ഇപ്പോഴത്തെ അവസ്ഥയല്ലേ നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നത്? തീർച്ചയായും. സഖാവ് അല്ലെങ്കിൽ കോമ്രേഡ് എന്ന വാക്കിന്റെ അർത്ഥം സുഹൃത്ത്, സഹയാത്രികൻ എന്നാണ്. അതായത് നമ്മുടെ കൂടെയുള്ളവരെ സഹയാത്രികരായി ചേർത്ത് പിടിച്ച് ഒരേ പാതയിൽ ഒറ്റക്കെട്ടായി പോവുക എന്നുള്ളതാണ് ഈ കമ്മ്യൂണിസം എന്ന പാർട്ടിയുടെ ഏറ്റവും ബേസ് ആയിട്ടുള്ള തത്വം. പക്ഷേ ഇപ്പോൾ നമ്മൾ കേരളത്തിലെ ഈ ഒരു CPM അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറയുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരെന്ന് അവകാശപ്പെടുന്ന കുറച്ച് പ്രവർത്തകർ, അല്ലെങ്കിൽ ഇപ്പോൾ മുമ്പ് പറഞ്ഞ പോലെ ഇപ്പോൾ പിണറായി വിജയനായാലും MP ഗോവിന്ദനായാലും ഇവരൊന്നും കോമ്രേഡ് എന്നൊരു വാക്കിന് അർഹരല്ല. ശരിയായ ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ എല്ലാവിധ യോഗ്യതകളും ചേർന്ന രണ്ട് പേരാണ്. അതായത് അവർ ഇപ്പോൾ പാർട്ടിക്ക് പുറത്താണ്. മാത്രമല്ല അവരെ ജനങ്ങൾ ചേർത്ത് നിർത്തി അവരെ ജനങ്ങൾ അംഗീകരിക്കുകയും ചെയ്തുകൊണ്ട് അവരിപ്പോൾ നിയമസഭയിലാണ്. പറഞ്ഞ ആരായിരിക്കും മനസ്സിലായല്ലോ. വി കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും. ഇവര് UDF-ന്റെ സപ്പോർട്ടോടെയാണ് നിയമസഭയിൽ മത്സരിച്ചെങ്കിലും അവരെപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഒരു കമ്മ്യൂണിസ്റ്റുകാരന് വേണ്ട എല്ലാവിധ യോഗ്യതകളും അല്ലെങ്കിൽ എല്ലാവിധ സ്വഭാവ ഗുണങ്ങളും, അല്ലെങ്കിൽ ഇപ്പോഴും കമ്മ്യൂണിസം അല്ലെങ്കിൽ ആ ഒരു ആശയം ഉയർത്തി മുന്നോട്ട് ജീവിതം കൊണ്ടുപോകുന്ന രണ്ട് വ്യക്തികളാണ് അവർ. അതുപോലെ തന്നെ G സുധാകരൻ. ഇവരെല്ലാം പിണക്കിക്കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് അവകാശപ്പെടുന്ന ഈ പിണറായി വിജയൻ, MV ഗോവിന്ദൻ, TP രാമകൃഷ്ണൻ, അല്ലെങ്കിൽ MA ബേബി, അതുപോലുള്ള AK ബാലൻ പോലുള്ള മുതിർന്ന നേതാക്കൾ അടങ്ങുന്ന, അല്ലെങ്കിൽ അവർ നേതൃത്വം കൊടുക്കുന്ന ആ ഒരു പാർട്ടി ഓടുന്നത്. 75 വയസ്സാണ് ഈ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പ്രായപരിധി. ഇളവ് വരുത്തണമെങ്കിൽ എന്തിനാ ഒരു 75 വയസ്സെന്ന ലിമിറ്റ് വെച്ചിരിക്കുന്നു എന്ന ചോദ്യം വി കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയിട്ടുണ്ട്. ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ ഒരു ഇന്റർവ്യൂവിലാണ് അദ്ദേഹം ഇക്കാര്യം ഉന്നയിക്കുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ TK ഗോവിന്ദൻ്റെ കാര്യത്തിലായാലും അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ച്, പക്ഷേ UDF-ന്റെ ആ ഒരു വലതുപക്ഷത്തിൻ്റെ ഒരു സപ്പോർട്ടോടെയാണ് ഇപ്പോൾ നിയമസഭയിൽ ഇരിക്കുന്നത്. ഓക്കെ, പക്ഷെ ഒരു കാരണവശാലും അദ്ദേഹം UDF-ലേക്ക് പോവില്ല, അല്ലെങ്കിൽ UDF-ന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളില്ല എന്ന് തീർത്തു പറഞ്ഞിട്ടുണ്ട്. അതിലാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ മറ്റുള്ളവർ, ഇപ്പോൾ കോൺഗ്രസ് അടക്കമുള്ള ആൾക്കാർ ഈ ഒരു ബഹുമാനിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ CPM എന്നുള്ള പാർട്ടിയിൽ, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയിൽ കണ്ണൂരിൻ്റെതായിട്ടുള്ള ഒരു കോക്കസ്, ഒരു ഗ്രൂപ്പിസം ഒളിഞ്ഞു കിടപ്പുണ്ട്. ആ ഒരു ഗ്രൂപ്പിൻ്റെ ഒരു കോട്ട തകർത്താണ് ഇവർ രണ്ടുപേരും പുതിയ ഒരു ചരിത്രം കുറിച്ചിരിക്കുന്നത്. അതായത് ആ പാർട്ടിയിൽ നിന്നില്ലെങ്കിൽ നിലനിൽപ്പുണ്ടാവില്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണ അവർ രണ്ടുപേരും പൊളിച്ചെഴുതി എന്നുള്ളതാണ് മറ്റൊരു സത്യം. വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞ മറ്റൊരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് TP വധക്കേസ്. TP കോൺഗ്രസിലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഇങ്ങനെ മരിക്കേണ്ടി വരില്ലായിരുന്നു എന്നൊരു പ്രസ്താവന അദ്ദേഹം നടത്തി. ശരിക്കും അദ്ദേഹം കോൺഗ്രസിനെ അല്ലെങ്കിൽ മറ്റൊരു പാർട്ടി അനുകൂലിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു മരണം അദ്ദേഹത്തിന് സംഭവിക്കില്ലായിരുന്നല്ലേ? ഒരു കാരണവശാലും ഒരു ഉത്തമ കമ്മ്യൂണിസ്റ്റുകാരൻ കോൺഗ്രസ് അല്ലെങ്കിൽ വലതുപക്ഷ രാഷ്ട്രീയത്തിലേക്ക് പോവില്ല എന്ന് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഞാൻ കുറച്ച് നേരം മുമ്പ് പറഞ്ഞ ഉത്തമ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഒരു കൂട്ടത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ ഒരു വിപ്ലവ നേതാവാണ്, അല്ലെങ്കിൽ വിപ്ലവകാരിയായിരുന്നു ആ TP ചന്ദ്രശേഖരൻ. അതിന് അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വന്ന വില അദ്ദേഹത്തിൻ്റെ ജീവനാണ്. എങ്കിലും ഈ ഒരു അദ്ദേഹത്തെ കൊലപ്പെടുത്തിയവർക്ക് ജയിലറിലായില്ലെങ്കിലും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മ മായ്ച്ചെങ്കിലും, പക്ഷെ അദ്ദേഹം ഇപ്പോഴും രാഷ്ട്രീയ കേരളത്തിൽ ജീവനോടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ ബാക്കി ശേഷിപ്പെന്നോണം അദ്ദേഹത്തിൻ്റെ ഓർമ്മ നിലനിർത്തി അദ്ദേഹത്തിൻ്റെ പത്നിയായ KK രമ വടകര MLA ആയി ഇപ്പോഴും നിയമസഭയിലുണ്ട്. മുമ്പ് KK രമ പ്രതിപക്ഷത്തായിരുന്നെങ്കിൽ ഇപ്പോൾ അവർ ഭരണപക്ഷത്തുള്ള ഒരു MLA ആണ്. ഇപ്പോൾ ആ ഒരു TP ചന്ദ്രശേഖരനെ കൊലപ്പെടുത്താൻ വേണ്ടി മൗനാനുവാദം നൽകിയ പിണറായി വിജയൻ എവിടെ ഇരിക്കുന്നത്? നേരെ പ്രതിപക്ഷത്തും. ഇതാണ് കാലം നൽകിയ കാവ്യനീതി എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ പിണറായി വിജയൻ എതിർത്തവരെല്ലാവരും ഈ ശരിയായ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് നയിക്കുന്നവരായിരുന്നു. അവരെല്ലാം വെറും വർഗവഞ്ചകൻ, അല്ലെങ്കിൽ കുലംകുത്തി എന്ന്, അല്ലെങ്കിൽ ചെറ്റ എന്ന പരാമർശത്തിലൂടെയൊക്കെ ഒഴിവാക്കിയെങ്കിലും ശരിക്കും ആ ഒരു പിണറായി വിജയൻ എന്ന ആ ഒരു പാർട്ടി നേതാവിൻ്റെ ആ ഒരു വ്യക്തിത്വമാണ് അതിൽ നിന്നെല്ലാം ഇടിഞ്ഞു പോയത്.
കുഞ്ഞികൃഷ്ണൻ പറയുന്നുണ്ട് VS അച്യുതാനന്ദ കാലത്തെ ഇടതുപക്ഷം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും തൻ്റെ പാർട്ടിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലും തുറന്നു പറയാനും ഒക്കെ പ്രതികരിക്കാനും ഒരു മനസ്സുള്ള ഒരു വ്യക്തിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിനെയും പാർട്ടി ഒരു മൂലയ്ക്കാക്കിയെന്ന് പറയുന്നുണ്ട് അദ്ദേഹം. ശരിക്കും VSന്റെ കാലത്ത് ഇടതുപക്ഷക്കാരനാണെന്ന് പറയാൻ എല്ലാവർക്കും ഒരു അഭിമാനമായിരുന്നു. ആ ഒരു അവസ്ഥയിൽ നിന്നാണ് CPM ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ സഖാക്കൾ എന്ന് പറയാൻ കുറച്ച് നാണക്കേടുള്ള ആൾക്കാരുണ്ട്. പക്ഷെ അത്രയും എന്താ പറയുക, ആത്മാർത്ഥമായി ഞാനൊരു സഖാവാണെന്ന് പറയാൻ ആത്മാർത്ഥതയുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിസം ഉയർത്തിപ്പിടിക്കുന്ന ഒരാൾക്ക് സാധിക്കില്ല. കാരണം അത്രയേറെ പടുകുഴിയിൽ എത്തിക്കഴിഞ്ഞു ഇപ്പോൾ ഒരു കമ്മ്യൂണിസം എന്നുള്ള ഒരു ആശയം ഈ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കൂടെയുള്ള ഒരു മുന്നണിയെ ചവിട്ടി തേച്ച് നിലംബരശാക്കിയിട്ടിരിക്കുകയാണ്. ഞാൻ ഉദ്ദേശിച്ചത് CPI ആണ്. അതുമാത്രമല്ല 2011 VS അച്യുതാനന്ദനെ ഏറ്റവും കൂടുതൽ ഒതുക്കാൻ ഏറ്റവും കൂടുതൽ ശ്രമം നടത്തിയത് അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനാണ്. അത് ഇപ്പോൾ അവസാനം കഴിഞ്ഞ ദിവസം VSനൊപ്പം എൻ്റെ ഓർമ്മകൾ എന്നുള്ള ഒരു ബുക്കിൽ K സുരേഷ് കുമാർ, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സെക്രട്ടറി, അദ്ദേഹത്തിൻ്റെ സഹയാത്രികനായിരുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന സുരേഷ് കുമാറിൻ്റെ ബുക്കിൽ പരാമർശിക്കുന്നുണ്ട്. ഇതിൽ നിന്നെല്ലാം സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കഥയിലെ വില്ലൻ ശരിക്കും പിണറായി വിജയൻ തന്നെയാണ്. പിണറായി വിജയൻ്റെതായിട്ടുള്ള ഏകാധിപത്യം ഈ ഒരു പാർട്ടി എത്രത്തോളം ശോഷിപ്പിച്ചു എന്നുള്ളത് ഇപ്പോൾ കഴിഞ്ഞ ഈ ഒരു തിരഞ്ഞെടുപ്പോടെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. അല്ലെങ്കിൽ മറ്റുള്ളവരെ ഒരു രീതിയിലും അവരുടേതായിട്ടുള്ള നടപടികൾ നടക്കാൻ ശ്രമിക്കാതെ, അവരെ ഒരു നല്ലൊരു കാര്യം ചെയ്യാൻ സമ്മതിക്കാതെ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഈ ഒരു പിണറായി വിജയൻ എന്നൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യവും കാര്യങ്ങളും എല്ലാം മാറുമെന്ന് വിചാരിക്കും, പക്ഷേ മാറില്ല. അവിടെയാണ് കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത്, തിരുത്തൽ വരുത്തി മുന്നോട്ട് വന്നാൽ ജനങ്ങൾ സ്വീകരിക്കാൻ അവിടെ ഉണ്ടാവും. പക്ഷെ തിരുത്തണമെന്ന് ഇതുപോലെ നേതാക്കൾ കരുതണം. എൻ്റെ ഈ പാർട്ടി കേരളത്തിൽ അവശേഷിക്കണം, അല്ലെങ്കിൽ കേരളത്തിൽ വർഗീയ ശക്തികൾ ഇല്ലാതാവണമെങ്കിൽ CPM ഇവിടെ നിലനിൽക്കണം എന്നൊരു വിചാരം പാർട്ടിയിലെ സഖാക്കൾക്ക് എന്നോ വരുന്നു. അന്ന് ഈ CPM ഒരു ഫയർ ബേർഡിനെ പോലെ അല്ലെങ്കിൽ ഫിനിക്സിനെ പോലെ പറന്ന് ആകാശത്തേക്ക് ഉയരും. കുഞ്ഞികൃഷ്ണൻ പറയുന്നുണ്ട്, ഒരു മുഖ്യമന്ത്രി, പാർട്ടിയിലെ മുഖ്യമന്ത്രി ഉണ്ടാവുകയാണെങ്കിൽ അപ്പോഴത്തെ പാർട്ടി സെക്രട്ടറി മുഖ്യമന്ത്രിയേക്കാൾ മുകളിലായിരിക്കണമെന്ന്. കാരണം പാർട്ടിയിൽ എന്തെങ്കിലും തെറ്റ് നടക്കുന്നുണ്ടെങ്കിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തുറന്നു പറയാനായിട്ട് പാർട്ടി സെക്രട്ടറി മുഖ്യമന്ത്രിയൊക്കെ ഉയർന്നത്. പക്ഷെ പിണറായി വിജയൻ വന്നതിന് ശേഷം പിണറായി വിജയനാണ് പാർട്ടിയുടെ ഏറ്റവും മുകളിലിരിക്കുന്നത് പിണറായി വിജയൻ, അതിലേക്കാൾ താഴെ ആരുമില്ല എന്നാണ് പറയുന്നത്. അതായത് പിണറായി വിജയനാണ് പാർട്ടിയുടെ അധപ്പതനത്തിന് കാരണമെന്ന് ഇപ്പൊ പാർട്ടിയിലെ ഒരു അണികളും പറയുന്നത് പോലെ തന്നെയല്ലേ ഇപ്പൊ കുഞ്ഞികൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. അതെ, ഈ CPM എന്ന പാർട്ടിയുടെ അവസാന വാക്കായി എന്ന് പിണറായി വിജയൻ മാറിയോ അന്ന് മുതൽ ഈ പാർട്ടിയുടെ ഒരു അധപ്പതനത്തിനേക്കുള്ള തുടക്കം ഇട്ട് കഴിഞ്ഞു. കാരണം ഈ തുടർഭരണം കിട്ടിയതോടെ സഖാക്കൾക്കൊപ്പം അല്ലെങ്കിൽ സഖാക്കൾക്ക് അഹങ്കാരം കൂടിയതിന് പിന്നാലെ, അല്ലെങ്കിൽ ഈ ഒരു പിണറായി വിജയൻ അഹങ്കാരം കൂടിയതിനൊപ്പമാണ് ഈ സഖാക്കൾക്ക് ഈ ഒരു ഓവർ കോൺഫിഡൻസ് കൂടിപ്പോയത്. അപ്പോൾ തന്നെ നമ്മളെ തൊടാൻ ആരുമില്ല, നമ്മളല്ലാതെ മറ്റാരെന്നുള്ള ആ ഒരു ആശയത്തിൽ അല്ലെങ്കിൽ ആ ഒരു മനോവ്യാപാരത്തിലേക്ക് ഈ ഒരു സഖാക്കൾ വന്നിരുന്നു. അപ്പോഴും അവർ വിചാരിക്കുന്നില്ല 5 വർഷം കഴിഞ്ഞ് മറ്റൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടാവും, ജനങ്ങൾ മാറി ചിന്തിക്കാൻ സാധ്യതയുണ്ട് എന്നൊന്നും ഇവർ ചിന്തിക്കാൻ തയ്യാറായില്ല. മാറി ചിന്തിക്കും, അതായത് ജനങ്ങൾ മാറി ചിന്തിക്കും. ജനങ്ങൾക്ക് എപ്പോഴും അവരോട് ചേർന്നുള്ള പാർട്ടിയാണ് അല്ലെങ്കിൽ അവരോട് ചേർന്നിരിക്കുന്ന ഭരണാധികാരിയാണ് വേണ്ടത് എന്നൊരു ബോധ്യം ഉണ്ടായിരുന്നെങ്കിൽ ഈ പാർട്ടിക്കൊപ്പം അല്ലെങ്കിൽ പാർട്ടിക്ക് മേലെ വളരുന്ന ഒരു മുഖ്യമന്ത്രിയായി മാറില്ലായിരുന്നു പിണറായി വിജയൻ. ഇപ്പോൾ നമ്മൾ VS മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് നോക്കാമായിരുന്നു. ഇപ്പോൾ ആ സമയത്ത് പിണറായി വിജയനായിരുന്നു പാർട്ടി സെക്രട്ടറി. ആ സമയത്ത് VS അച്യുതാനന്ദനേക്കാൾ ഏറ്റവും കൂടുതൽ ആ ഒരു മന്ത്രിസഭയെ നിയന്ത്രിക്കാനുള്ള ഒരു തീരുമാനങ്ങൾ എടുത്തിരുന്നത് പിണറായി വിജയനായിരുന്നു. പക്ഷേ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ കാര്യങ്ങളെല്ലാം തിരിഞ്ഞു. ഈ പിണറായി വിജയൻ്റെ ഏറ്റവും കൂടുതൽ ചൊൽപ്പടിക്ക് നിൽക്കുന്ന MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ആവുകയാണ് കോടിയേരി ബാലകൃഷ്ണന് ശേഷം. അങ്ങനെ അതിൽ പിന്നെ ഈ ഒരു പിണറായി വിജയനെ നിയന്ത്രിക്കാൻ ആളില്ല എന്നുള്ള ഇതായപ്പോൾ കേരളത്തിൽ ഒരു അഴിഞ്ഞാട്ടമായിരുന്നു. അതിനെ തുടർന്നാണ് ഈ ഒരു 102 സീറ്റിൽ UDF അധികാരത്തിൽ വന്നതും പിണറായി വിജയൻ ഒതുക്കപ്പെട്ട് പ്രതിപക്ഷ നേതാവായി ഇപ്പോൾ 5 വർഷത്തേക്ക് തുടരാൻ പോകുന്നു. ഇനി 5 വർഷത്തേക്ക് വീണ്ടും അല്ലെങ്കിൽ 10 വർഷത്തേക്ക് അല്ലെങ്കിൽ ഇനിയുള്ള കാലം ഒരു പക്ഷേ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായി അല്ലെങ്കിൽ പാർട്ടിയിൽ ഒരു അർഹതയില്ലാത്ത ഒരു സ്ഥാനത്ത് അല്ലെങ്കിൽ ഒരു ഒതുക്കപ്പെട്ട രീതിയിൽ തുടരാനും സാധ്യതയുണ്ടാകും.